സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും ചേർന്നുണ്ടാക്കിയ ഓളമൊന്നും ചെറുതല്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെല്ലാം വൻ ഹിറ്റായിരുന്നു. നാടോടിക്കാറ്റും പട്ടണപ്രവേശം പോലത്തെ സിനിമകൾ മലയാളികൾ എത്ര വട്ടമാണ് കണ്ടതെന്ന് മലയാളികൾക്ക് പോലും അറിയില്ല. അത്രയുമധികം ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു കോംബോയെ. എന്നാൽ ഇന്ന് തന്റെ ഉറ്റ സുഹൃത്തും സഹോദര തുല്യനുമായ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത മോഹൻലാലിന് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പോലും തനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. കാരണം സിനിമയ്ക്ക് അപ്പുറം ഞങ്ങൾക്കിടയിൽ വലിയൊരു ലോകമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം സമയങ്ങൾ ചെലവഴിക്കുമായിരുന്നു. അവരുടെയും ഞങ്ങളുടെയും ഒക്കെ കുടുംബങ്ങൾ അത്രയും നല്ല അടുപ്പത്തിലുമാണ്. ശ്രീനിക്ക് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ പലവട്ടം ആശുപത്രിയിൽ പോയി കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും തനിക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ശ്രീനി വീട്ടിലേക്ക് വന്നപ്പോൾ ചെന്ന് കാണുകയും ഇടയ്ക്കിടെ ഫോണിലേക്ക് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അമൃത ആശുപത്രിയിലേക്ക് ശ്രീനി പോകാൻ നേരത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ശ്വാസമുട്ടൽ ഉണ്ടാവുകയും തുടർന്ന് അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരണം സംഭവിച്ചതായി അറിയാൻ കഴിഞ്ഞത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. എന്നോട് കൂടുതലൊന്നും ദയവ് ചെയ്ത് ചോദിക്കരുതെന്നും ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത്രയുമധികം ആത്മബന്ധമുണ്ടായിരുന്നു. സിനിമാ മേഖലയിലും ആരാധകർക്കിടയിലും ഇരുവരും ശത്രുക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ വെറും കള്ളമാണ് എന്നാണ് ലാലേട്ടൻ മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചത്. അതൊക്കെ സിനിമാ മേഖലയിൽ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്നും മോഹൻലാൽ പ്രതികരിച്ചു. ഇനി ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും തനിക്കറിയില്ല എന്നാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്.